ഇത് മൂക്കിന് തുമ്പത്ത് 6 കുട്ടികളോളം വളരെ മോശമായി ബ്രൂട്ടലി യൂസ് ചെയ്യപ്പെട്ടിട്ട് ആ അസോസിയേഷനിലെ സ്ത്രീകൾ പോലും പെരുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അസോസിയേഷനെ ഭയക്കുന്നു എന്നതിനാണ് എൻ്റെ ഒരു മനൊരു ബിനാമിയാണ്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അറിയാവുന്ന ഒരു ബിനാമിയാണ്. KCAക്ക് മുമ്പ് ഇതുവരെ പരാതി കൊടുത്താകുന്ന ആളുകളെല്ലാം KCAയിലുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവരെങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു വിജിലൻസ് അന്വേഷണം വന്ന് നോക്കട്ടെ, ഇവരെല്ലാവരും തെറിക്കും 100% ഞാൻ ഉറപ്പ് പറയുന്നത്. കാരണം ഇവരുടെ കൈകളൊന്നും ശുദ്ധമല്ല. മുൻ സെക്രട്ടറി അല്ല, ഭാവി സെക്രട്ടറി ഓർ പ്രസിഡന്റ്, ഇതെല്ലാം ഒരു മ്യൂസിക്കൽ ചെയർ പോലെയാണ്. എത്ര ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഇവിടെ ഇൻ്റർനാഷണൽ മാച്ച് സെൻ്റർ ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഒരു ക്ലബിന് പോലും ഒരു ടിക്കറ്റ് പോലും മര്യാദ കൂടെ കൊടുക്കാറില്ല. നമ്മൾ ഇന്ത്യ കളിച്ചാൽ നമ്മളുടെ കൂടെ വരാൻ ഇവിടെ കേരളം മൊത്തം ഉണ്ടാവും. ഇന്ത്യ കളിപ്പിക്കാൻ എൻ്റെ അറിവിൽ ഇവിടെ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജൂനിയർ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സദ്ദാം ഏദാസാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത്. അദ്ദേഹം കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ കോച്ച് ആയിട്ടാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ നിലവിലുള്ള വിവാദത്തിൽ സദ്ദാം ഏദാസ് പ്രതികരിക്കുന്നു. യെസ്, എന്താണ് KCAയിൽ നടക്കുന്നത് സദ്ദാമേ? സർ, ആക്ച്വലി നമ്മൾ കേട്ടതിനേക്കാൾ എല്ലാം വളരെ വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്. നമുക്ക് കേട്ടാകുന്ന വളരെ ഒരു കുന്നിക്കുരുവോളമുള്ള കാര്യങ്ങളാണ് നമുക്ക് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇനിയൊരു ആനയുടെ വലിപ്പത്തോളമുള്ള ന്യൂസുകളാണ് ഇനി പുറത്ത് വരാതിരിക്കുന്നത്. അതിന് ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണം. ഒരു അഡ്ഹോക് കമ്മിറ്റി വെച്ച് അതൊരു അന്വേഷണം നടത്തിയാൽ മാത്രമാണ് അതിൻ്റെ സത്യാവസ്ഥ, അതായത് ഈ സത്യാവസ്ഥ പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി വന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. KCAയുടെ ഭാരവാഹികൾ തന്നെ ഇരുന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മനുവിൽ തുടങ്ങി മനുവിൽ തന്നെ അവസാനിക്കും. 100% ഉറപ്പാണ്. കാരണം തിരുവനന്തപുരം എന്ന ജില്ലയിൽ മാത്രമല്ല വനിതാ ക്രിക്കറ്റ് ഉള്ളത്. വനിതാ ക്രിക്കറ്റ് ഉള്ള കേരളത്തിലെ പല ജില്ലകളുമുണ്ട്. പല ജില്ലകളിലേക്കും പോകണം. എങ്കിൽ മാത്രമാണ് സത്യാവസ്ഥ നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റുള്ളൂ. എത്രത്തോളം ഈ കുട്ടികൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട് കോച്ചസിൻ്റെ കീഴിൽ എന്നുള്ളത്. KCAയുടെ ഓംബുഡ്സ്മാൻ ഉണ്ട്, അതൊരു വനിതയാണ്, റിട്ടയേർഡ് ജസ്റ്റിസ് ആണ്. അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. അവർ പ്രതികരിച്ചത്, അതായത് KCA പരാതികളൊന്നും കൈമാറിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ KCA തന്നെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ KCA പരാതി ഓംബുഡ്സ്മാന് കൈമാറുമോ? വളരെ വളരെ സത്യമായൊരു ചോദ്യമാണ്. കാരണം ഇങ്ങനത്തെ നേരെ കിടക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KCAയിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ഓംബുഡ്സ്മാൻ എങ്ങനെ KCAയ്ക്ക് സംസാരിക്കും? വളരെ ന്യായമായൊരു ചോദ്യമല്ലേ. പിന്നെ KCA സെക്രട്ടറി വഴി മാത്രമാണ് പരാതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ ഓംബുഡ്സ്മാൻ്റെ കയ്യിലെത്തും? KCAക്ക് മുമ്പ് ഇതുവരെ പരാതി കൊടുത്താകുന്ന ആളുകളെല്ലാം KCAയിലുണ്ടോ? ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം. എങ്കിൽ മാത്രമാണ് സത്യാവസ്ഥ, പിന്നാമ്പുറ കഥകൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ KCAയിലെ ഫിനാൻസ് ഓഫീസർ അതുപോലെ CEO-യും ഒരു വനിതയാണ്. പക്ഷെ അവരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അത്ഭുതമാണ് സാർ ആക്ച്വലി. കാരണം ഇന്ത്യയിൽ ഗുസ്തിതാരങ്ങൾ സമരം ചെയ്താകുന്ന ആ ഒരു സംഭവത്തിൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടായിരുന്നത്. അനുകൂലിച്ചത് കേരളം ആണെന്നാണ് പറഞ്ഞത് ആ സ്ത്രീകളെ. ഇത് മൂക്കിന് തുമ്പത്ത് 6 കുട്ടികളോളം വളരെ മോശമായി ബ്രൂട്ടലി യൂസ് ചെയ്യപ്പെട്ടിട്ട് ആ അസോസിയേഷനിലെ സ്ത്രീകൾ പോലും പെരുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അസോസിയേഷനെ ഭയക്കുന്നു എന്നതിനാണ് എൻ്റെ ഒരു തീരുമാനം. എൻ്റെ നോളജ് അതാണ്. ഇപ്പോൾ എന്തായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം അസോസിയേഷൻ്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, അതിൽ അവർ മാപ്പ് പറയുന്നു. പക്ഷെ അതിൽ ഒരു ആത്മാർത്ഥതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇവരറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നിരിക്കുന്നത്, അല്ലേ? ഇവരുടെ മൗനാനുവാദത്തോടുകൂടി ഇവരുടെ ആശീർവാദത്തോടുകൂടി തന്നെയല്ലേ? അതും KCA ആസ്ഥാനത്തെ വാഷ്റൂമിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ നോക്കൂ, KCA ആസ്ഥാനത്ത് ഈ മനുവിനെ പോലെയുള്ള ഒരു കോച്ചിന് ഇത്തരം വൃത്തികേടുകൾ തോന്നിയാസം കാണിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് KCA നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെയല്ലേ? 100% സാർ, 100% ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം 2020 സമാനമായൊരു കേസുണ്ടായിരുന്നു. അന്ന് അപെക്സ് കൗൺസിലിൽ ഇതുപോലെയുള്ള പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വനിതാ സഹായ സേവന ഒരു സെൽ രൂപീകരിക്കണമെന്ന് അന്നത്തെ അപെക്സ് കൗൺസിൽ മെമ്പർ ശ്രീ സാംബശിവ ശർമ്മ ഉന്നയിച്ചിരുന്നു. അന്ന് അതിനെ കാര്യമായിട്ട് എടുത്തില്ല. 2020 ഇതുപോലെ ഒരു സമാനമായ കേസ് വന്നപ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കളി നിർത്തി പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അന്നും അതും ഈ മനുവിൻ്റെ പേരിൽ വന്ന് ആരോപിക്കപ്പെട്ട വിഷയമാണ്. അന്നും KCA അതെടുത്തില്ല. എന്നിട്ട് ഏപ്രിൽ രാജിവെച്ച് എന്ന് പറയുന്ന മനു എന്തുകൊണ്ട് പിങ്ക് ടൂർണമെൻറ്റിൽ വീണ്ടും കോച്ചായി എത്തി? രണ്ടാമത് ഒരു ഏപ്രിൽ രാജിവെച്ചൊരു കേരളത്തിൽ വേറെ കോച്ചസ് ഇല്ലാത്തതുകൊണ്ടാണ് മനുവിനെ അവിടെ പിടിച്ച് വീണ്ടും കോച്ചായി നിർത്തിയത്? അല്ല. കാരണം അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി ഇതാണ് സാർ. മനു എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കോച്ചിന് ഒരു ക്ലബ്ബുണ്ട്. അതൊരു വോട്ടാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭരിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ വോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്.
ആ വോട്ടിലൂടെയാണ് ഈ പലരും നമ്മുടെ സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ആയിരിക്കുന്നത്. മനുവിൻ്റെ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല മനു ഒരു ബിനാമി കൂടിയാണ്. അത് ലോകമറിയാത്തൊരു സത്യമാണ്. മനു ഒരു ബിനാമിയാണ്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അറിയാവുന്ന ഒരു ബിനാമിയാണ്. KCA സെക്രട്ടറി, നിലവിലുള്ള സെക്രട്ടറി വിനോദിൻ്റെ ക്ലബ്ബ് അല്ലേ, അത് റൺ ചെയ്യുന്നത് മനുവല്ലേ? 100%. അതായത് അവിടുത്തെ കുട്ടികളെല്ലാം കാര്യങ്ങൾ നോക്കുന്നത് ശ്രീ മനുവാണ്. KCA സെക്രട്ടറി എന്തുകൊണ്ട് ഇതിന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഇത്രയും ഒരു സെൻസേഷണലായൊരു ന്യൂസിന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് പ്രസ് മീറ്റ് വിളിക്കുന്നത്. ആ പ്രസ് മീറ്റിൽ പോലും ആരാണ് വുമൻസ് ഇൻചാർജ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇത്ര നാളായിട്ട് വുമൻസ് ഇൻചാർജ് ഇതുവരെ, വുമൺ ക്രിക്കറ്റ് ഇൻചാർജ് ഇതുവരെ കേരളത്തിലില്ലേ? എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരു വ്യക്തിയുണ്ട് വുമൺ ഇൻചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെ? അദ്ദേഹം എന്തുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു? കാരണം പല സത്യങ്ങളും പുറത്തു വരും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ വനിതാ ക്രിക്കറ്റിൻ്റെ ചാർജുള്ള KCA ഭാരവാഹി ആരാണെന്നുള്ള ബിനീഷ് കോടിയേരി. അത് തുറന്നു പറയുന്നതിൽ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അദ്ദേഹം വെളിച്ചത്ത് വരാത്തത് അല്ലെങ്കിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടാത്തത് ഒരുപക്ഷെ ഈ ബിനീഷ് കോടിയേരി കൂടി പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ ഈ KCAയുടെ ആ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ടല്ലോ, അതുകൂടെ പുറത്തു വരും. കൂടുതൽ തിമിംഗലങ്ങൾ ഒരുപക്ഷെ പുറത്തു വരും. അവരുടെ വൃത്തികേടുകൾ മൊത്തം പുറത്തു വരും. ആ ഭയം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ ഇപ്പോൾ ബിനീഷിനെ ഈ അണിയറയിൽ നിർത്തിയിരിക്കുന്നത്. ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാനുള്ള തെളിവുകളൊന്നും എനിക്ക് എൻ്റെ കയ്യിലില്ല. പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതായത് വർഷങ്ങളോളം സെക്രട്ടറിമാരായിട്ടിരുന്ന പല ആളുകളുമുണ്ട് ഇവിടെ, പല ജില്ലകളിലും ഇരിക്കുന്നുണ്ട്. ഇവരാരും പ്രതികരിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ എനിക്ക് വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്കെതിരെ പോസ്റ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ചെയ്തതല്ലേ ആക്ച്വലി ശരി? ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ഒരു കുട്ടിക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയതാണ് ഞാൻ ചെയ്ത് തെറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് തെറ്റാണ് ആക്ച്വലി ഞാൻ ചെയ്തേക്കുന്നത്? എല്ലാ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു മാച്ച് തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, അതല്ലെങ്കിൽ ഒരു മാച്ച് എൻ്റെ ഒരു പയ്യൻ 100 അടിക്കുന്നു, 50 അടിക്കുന്നു, ഇതിന് 30 റൺസ് അടിച്ചിറങ്ങി പോസ്റ്റ് ഇടുന്ന കോച്ചേഴ്സും പ്ലെയേഴ്സും കൂടെ ഉണ്ട്. ഇത്രയും സെൻസേഷണലായൊരു ന്യൂസ് ഉണ്ടായിട്ട് ഒരാൾ പോലും വരുന്നില്ലെങ്കിൽ ആ വരാത്തത് ആ സിസ്റ്റത്തിൻ്റെ ഭയന്നുകൊണ്ടല്ലേ? അവരുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ആ ഭയമാണ് ഇവർ വളർത്തുന്നത്. ഇതിനു മുമ്പും അങ്ങനെയാണ്. ഇതിനു മുമ്പ് ഇവർ ചോദ്യം ചെയ്തേക്കുന്ന എല്ലാ ആളുകളെയും ഇവർ പുറത്താക്കിയിട്ടുണ്ട്. എല്ലാ ആളുകളെയും. ഞാനത് നിങ്ങൾ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് പോകണം. കാരണം ഈ ഒരു കേസ് ഇനി ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ പല മുഖങ്ങളും പുറത്തു വരും. അത് പീഡന പരമ്പരയിൽ മാത്രമല്ല, അഴിമതി, ഞാൻ ഏറ്റവും എടുത്തു പറയുന്ന അഴിമതിയാണ് ഇവരുടെ ഏറ്റവും മുഖ്യമായ കാര്യങ്ങൾ. അത് പുറത്തു വന്നാൽ കേരളം കിടുങ്ങും. അത്രയും ഭയാനകമായ അഴിമതി ഇവർ ചെയ്തിട്ടുണ്ട്. പല ആളുകളെയും ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. പല ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ഫാമിലി ലൈഫ് എല്ലാം അവർ നശിപ്പിച്ചിട്ടാണ് ഇവർ കെട്ടിപ്പടുക്കി ഉണ്ടാക്കി എല്ലാം വെച്ചാക്കുന്നത്. അർഹതപ്പെട്ട ഒരാളുമല്ല അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ഒരു സിസ്റ്റത്തിലും അർഹതപ്പെട്ടവരല്ല ഇരിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കുകയാണ്, ഈ 14 ജില്ലകളിലും ഒരു സ്റ്റേറ്റ് പ്ലെയർ പോലും അസോസിയേഷനിലില്ല. 14 ജില്ലകളിൽ ഞാൻ ഈ മൂന്ന് മെമ്പേഴ്സാണ് KCAക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഈ 3 വ്യക്തികളും ഒരാൾ പോലും കേരളത്തിന് വേണ്ടി കളിക്കാത്ത ഒരാളാണ്. ഈ ജില്ലകളിലൊന്നും പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്തവരെങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്ക് എങ്ങനെ മനസ്സിലാവും ആ വേദന? ഒരു പ്ലെയറെ കഷ്ടപ്പെടുന്ന വേദന അവർക്ക് എങ്ങനെ മനസ്സിലാവും? ഇതാണ് എൻ്റെ ചോദ്യവും. ഒരു ലീഗ് പോലും നടത്താത്ത ജില്ലകളിലുള്ള ആളുകളാണ് KCAയുടെ തലപ്പത്ത് നിന്നിരിക്കുന്നത്. അതായത് ഒരു വർഷമല്ല, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ലീഗ് പോലും നടന്നിട്ടില്ല അവിടെ. അവരാണ് KCA നന്നാക്കാൻ വേണ്ടി ആ പദവിയിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അവരെന്തുകൊണ്ട് അവിടെ വീണ്ടും ഇരിക്കുന്നു? അവർ പറയുന്നു ക്രിക്കറ്റ് ഞങ്ങൾ ഒരിക്കലും അല്ല, അവർക്ക് അഴിമതിയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ പോലീസ് അന്വേഷിച്ചാൽ കിട്ടും. ഒരു ഉദാഹരണത്തിന് BCCI പോലെയുള്ള ഒരു ഇത്രയും വലിയ കോർപ്പറേറ്റ് കീഴിലാണ് നമ്മൾ KCA ഉള്ളത്. KCA ബൈലോസ് ഉണ്ട്. ആ ബൈലോ പ്രകാരം ഒരു CFO ഉണ്ട്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഒരു സാധാരണ ഒരു ഡിഗ്രിക്കാരിയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആർക്കും വന്ന് ഇവിടെ ഇരിക്കാം. അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കൂ. എത്ര ശമ്പളത്തിൽ നിന്ന് അവർ തുടങ്ങി ഇന്ന് അവർ എത്ര ശമ്പളത്തിൽ വന്നിരിക്കും? 4 ലക്ഷത്തിൽ താഴെയാണ് അവർ ശമ്പളം. ഒരു രഞ്ജി ട്രോഫി പ്ലെയർ കൂടെ ഞാൻ മനസ്സിലാക്കുക അവരൊരു ഓഡിറ്റർ ആയിരുന്നു അല്ലേ? അവർ ഇതിനു മുമ്പ് അവിടെ ഓഡിറ്ററായിട്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ പ്രൊമോഷൻ ചെയ്ത് ഇപ്പോൾ CFO കം CEO ആണ്. സർ, ക്രിക്കറ്റ് ഇവരുടെ അഴിമതിക്ക് കൊടപിടിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രൊമോഷൻ കിട്ടി, മാത്രമല്ല അവർക്ക് സാലറി കൂട്ടി. നമ്മൾ നേരായ കണ്ണി കൂടി ഒന്ന് ചിന്തിച്ചാൽ തന്നെ എല്ലാം മനസ്സിലാവും സർ. ഇതിനൊരു വ്യക്തമായ ഒരു അന്വേഷണം, വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ഒരു അന്വേഷണം വന്നാൽ, ഞങ്ങളിപ്പോൾ അതിനു വേണ്ടിയിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്, EDയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്,
എല്ലാവരും ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അല്ല സദാം, ഈ KCയുടെ മുൻ സെക്രട്ടറി ശ്രീജിത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു. അദ്ദേഹത്തിന് ഇപ്പം KCയിൽ എന്ത് പോസ്റ്റാണെന്നുള്ളത് എനിക്കറിയില്ല. മാത്രമല്ല KCA പ്രസിഡൻറ്റ് സെക്രട്ടറി ജയേഷ് ജോർജിൻ്റെ ഭാര്യ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരിലും പണം അടിച്ചു മാറ്റുന്നുണ്ട്. അത് ചെറിയ പണമല്ല, വലിയ പണം എത്തുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവർ തന്നെയല്ലേ ആ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പേരിൽ KCയുടെ ഫണ്ട് അടിച്ചു മാറ്റുന്ന ഒരു പ്രവണതയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു സാധാരണക്കാർക്ക് ആർക്കും അറിയില്ല, ഇതൊന്നും ഒരു പ്ലെയേഴ്സിനും അറിയില്ല. സാറിന് ഒരു കാര്യം വ്യക്തമായൊരു ഇതുണ്ടെങ്കിൽ, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ KCA ഇന്ന് ഇവിടെയെങ്കിലും എത്തേണ്ടത്. KCA എന്ന് 3 പെൺകുട്ടികളല്ല ഇന്ത്യ കളിക്കേണ്ടത്. അതല്ല കേരള ടീമിൻ്റെ കഴിവ്. കാരണം കേരള ടീമിന് വ്യക്തമായൊരു പ്ലാനിങ് ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ടീം സിസ്റ്റത്തിന്, ഞാൻ ടീമിനല്ല ഉദ്ദേശിച്ചത്, സിസ്റ്റത്തിന്. അതിന് ക്രിക്കറ്റ് കളിച്ചത് ഞാൻ ശ്രീശാന്ത് അല്ലേ, ഇന്ത്യ കളിച്ചാവുന്ന ശ്രീശാന്തിൻ്റെ ഉപദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എത്ര പ്രാവശ്യം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കുട്ടികൾക്ക് കിട്ടിയിട്ടെന്ന് ചോദിക്കൂ. അനന്തപത്മനാഭൻ എവിടെ? അനന്തപത്മനാഭൻ കുംബ്ലയ്ക്ക് താഴെയാണെന്നല്ല, അല്ല കുംബ്ലയുടെ കൂടെ നിൽക്കുന്ന പ്ലെയറാണ് അദ്ദേഹം. അനന്തചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഉള്ള അത്രയും എക്സ്പീരിയൻസ് ഒരാൾ കേരളത്തിലില്ല. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒരു സ്പിന്നറോട് പൊന്തി വരുത്തും. നമ്മൾ സ്പിന്നേഴ്സിനെ വിളിക്കുന്നത് പുറത്തുനിന്നാണ്. ജലജ് സക്സേന, ഇപ്പോൾ ശ്രേയസ് ഗോപാൽ, എല്ലാവരും പുറത്തുനിന്നാണ് വിളിക്കുന്നത്. ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ട് അദ്ദേഹം എവിടെ? ടിനി യോഹന്നാൻ എവിടെ? ടിനി യോഹന്നാനും രാജിവെച്ച് ഇവിടുന്ന് പോയി. സർ, സിസ്റ്റം ഈസ് നോട്ട് റൈറ്റ് സർ. സിസ്റ്റം കറപ്റ്റഡാണ്, 100% കറപ്റ്റഡാണ്. അത് പൊന്തി വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതൊരു മനുവിൽ തുടങ്ങി പെട്ടെന്ന് മനുവിൽ തന്നെ ഇവരെ കുറ്റമേറ്റ് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി. മാനുഷിക പരിഗണന മൂലം മനുവിന് വീണ്ടും ചാൻസ് കൊടുത്തെന്നാണ് പറഞ്ഞത്. ഒരു പോക്സോ കേസിലകപ്പെട്ട ഒരാൾക്കാണ് മാനുഷിക പരിഗണന കൊടുക്കുന്നത്. വീണ്ടും അയാൾക്കെതിരെ വീണ്ടും 6 കേസ് എന്നിട്ട് അവർ പറഞ്ഞു ക്ഷമിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഇവർ രാജിവെച്ച് പോകണം, ഇവർ രാജിവെച്ച് പോകില്ല. മുൻ സെക്രട്ടറി എന്ന് പറഞ്ഞ് TV വന്നിരിക്കുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ടൈറ്റിൽ അതല്ല. അയാൾ ഭാവി സെക്രട്ടറി ആവുന്ന അയാൾക്ക് ഉറപ്പുകൊണ്ടാണ് അയാൾ വന്നിട്ട് സംസാരിക്കുന്നത്. അയാൾക്കറിയാം അയാളാണ് ഇനി കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഒരു വിജിലൻസ് അന്വേഷണം വന്ന് നോക്കട്ടെ, ഇവരെല്ലാവരും തെറിക്കും, 100% ഞാൻ ഉറപ്പ് പറയുന്നത്. കാരണം ഇവരുടെ കൈകളൊന്നും ശുദ്ധമല്ല. മുൻ സെക്രട്ടറി അല്ല, ഭാവി സെക്രട്ടറി ഓർ പ്രസിഡന്റ്, ഇതെല്ലാം ഒരു മ്യൂസിക്കൽ ചെയർ പോലെയാണ്. ഈ പ്രാവശ്യം ഞാൻ ഭരിക്കുക, അടുത്ത പ്രാവശ്യം നീ ഭരിക്കുക. ഇതാണ് ഇവിടെ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി 11 ജില്ലകൾ എന്താണ് റിയാക്ട് ചെയ്യാത്തത്? സ്വന്തം മകൾക്കാണ് ഇവർക്ക് വന്നിരുന്നെങ്കിൽ റിയാക്ട് ചെയ്യില്ലേ? കേരളത്തിലെ ഒരു പ്ലെയറിൽ എല്ലാവരും. ഇടുക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി, അയാൾക്കെതിരെ നേരത്തെ ഒരു കോച്ച് പരാതി നൽകിയിരുന്നു. ആ പരാതി ഒതുക്കി തീർത്തു. അന്ന് ആ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അംഗമായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തെ സെക്രട്ടറിയാക്കി. അപ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു രീതിയല്ലേ സ്വീകരിക്കുന്നത്, അവലംബിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഈ തലപ്പത്ത് പൊതുവെ KCയുടെ തലപ്പത്ത് ലൈംഗിക അരാജകത്വം ഉണ്ട് എന്ന വാർത്ത അതൊരു പക്ഷേ പലർക്കും അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ. അഴിമതി മാത്രമല്ല, ലൈംഗിക അരാജകത്വവും നിലകൊള്ളുന്നു. അങ്ങനെ തലപ്പത്തിരിക്കുന്നവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ടല്ലേ മനുവിനെ പോലുള്ളവർ എന്ത് വൃത്തികേടും കാണിക്കുന്നത്. അതും KCA ആസ്ഥാനത്ത്. ഇപ്പം KCA തലപ്പത്തിരിക്കുന്നവർ അവർ നല്ല അച്ചടക്കം പാലിക്കുന്നവരാണെങ്കിൽ ആരെങ്കിലും ഇതിന് ഇമാതിരി തോന്നിയാസം കാണിക്കാൻ KCA ആസ്ഥാനത്തിൻ്റെ വേദിയാക്കുമോ? ഒരിക്കലുമില്ല സാർ. ഞാനിപ്പോഴും പറയുന്നത് ഒരിക്കലും ഒരു തിരുവനന്തപുരം ജില്ലയോ KCയുടെ ആസ്ഥാനത്തോ മാത്രം നടക്കുന്നൊരു കാര്യമല്ല. ഇത് പുറത്തേക്കൊന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, ഇത് പുറത്തേക്ക് അന്വേഷിച്ച് പോകാതിരിക്കാനാണ് ഇവരിപ്പോഴേ മാപ്പ് ഏറ്റു പറയുന്നത്. അത് പുറത്തേക്ക് പോകണം. കാരണം പല ജില്ലകളിലും ഇതിലും മോശപ്പെട്ട കാര്യങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം മുക്കിയിട്ടുണ്ട്. എല്ലാ KCA നാളിതുവരെയുള്ള ഏത് കേസ് അവർക്കെതിരെ പറഞ്ഞാലും അവർ അത് പ്രവർത്തിക്കില്ല. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ മാനുഷികമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതില്ലേ? ഒരു 8 കുട്ടികൾ ഇവർ പുറത്താക്കി. ഈ കോച്ച് മനുവിനെതിരെ സംസാരിച്ച ഒരു 8 ആൺകുട്ടികൾ ഇവർ പുറത്താക്കി. അവരുടെ കരിയറും അവരുടെ ഭാവിയും അവരുടെ ഡ്രീംസാണ് അവർ ഇല്ലാതാക്കിയത്. എന്ത് റൈറ്റ് ഉണ്ട് ഇവർക്ക് പുറത്താക്കാൻ? നാളിതുവരെ ഇത്ര നാളായിട്ടും ആ പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്ത ഒരു പ്ലെയർ പോലും വന്നിട്ടില്ല. ഇതിനു വേണ്ടി ശബ്ദം റേസ് ചെയ്ത എന്നെ സപ്പോർട്ട്, എൻ്റെ പേരിൽ കുറ്റങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ കോച്ചസ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ പറയാം, സ്വന്തം പെൺമക്കളുള്ള ഒരു കോച്ച് എനിക്കെതിരെ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ മകൾ ക്രിക്കറ്റ് കളിക്കുന്നതാണ്, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്. എനിക്കറിയാം പുള്ളി എന്തുകൊണ്ട്, കാരണം പുള്ളി സിസ്റ്റത്തിൽ നിന്ന് പുറത്താകും. പുള്ളി സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ പുള്ളി പുറത്താകും. പുള്ളിക്ക് എനിക്കെതിരെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യണം, ഓപ്പൺ ചലഞ്ച് ചെയ്യണം. എനിക്കെതിരെ ഏതെങ്കിലും ഒരു ആരോപണം ഈ കോച്ചസ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞാൻ രാജിവെച്ച് പോകാൻ തയ്യാറാണ്. അല്ല സദാം, തുറന്ന് പ്രതികരിച്ചവർ, തുറന്ന് പറഞ്ഞവർ അവരെല്ലാം പുറത്തായിട്ടുണ്ട് അല്ലേ? നാളിതുവരെ. ഇപ്പോൾ സദ്ദാമിൻ്റെ കാര്യത്തിലും
ആവർത്തിക്കാനല്ലേ 100%. പക്ഷെ കുഴപ്പമില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രക്ഷപ്പെടണം, കേരള ക്രിക്കറ്റ് ശുദ്ധീകരിക്കപ്പെടണം അല്ലേ? കേരള ക്രിക്കറ്റ് ശുദ്ധീകരിച്ചിട്ട് യഥാർത്ഥ കൈകളിലേക്ക് അത് എത്തണം. യഥാർത്ഥ കൈകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം ഉണ്ടാക്കുന്ന യഥാർത്ഥ ഒരു കേരളത്തിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ശ്രീശാന്ത് തന്നെയാണ്. ശ്രീശാന്ത്, ടിനിയോഹന, അനന്തപത്മനാഭൻ, ശ്രീകുമാരൻ നായർ, അജയ് കുടുവ, സുനിൽ ഒയാസിസ്, അങ്ങനെ എത്രയോ ലെജൻസ് നമുക്ക് ഇവിടുന്നുണ്ട്. ഇവരാരും സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല. ഇവരെല്ലാവരും പാർട്ടായിരുന്നു. ഇവരെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? എന്തുകൊണ്ട് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് പ്ലേയേഴ്സിന് വാല്യൂ ഇല്ല? ഇവിടെ ഫസ്റ്റ് ക്ലാസ് രഞ്ജി ട്രോഫി കളിച്ച ഒരു പ്ലെയർക്ക് കൂടെ വാല്യൂ ഇല്ല. അവരുടെ വാല്യൂ ക്രിക്കറ്റിൻ്റെ മനസ്സിലാക്കാൻ ക്രിക്കറ്റ് കളിച്ചവർക്കേക്കാൾ കൂടുതൽ വേറെ ആൾക്കും പറ്റണമെന്ന് എൻ്റെ അറിവിലില്ല. ഇതൊരു ദിവസത്തെ ഒരു കഷ്ടപ്പാടല്ല, കുറേ പാരൻസിൻ്റെ കഷ്ടപ്പാടാണ്. അവരുടെ ജോലി, അവരുടെ സമയം, ഇതെല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം മക്കൾ കളിച്ച് വരണം എന്ന് ആഗ്രഹമുള്ള ആണ് ഇവിടുത്തെ 99.9% ആളുകൾ അങ്ങനെ തന്നെയുള്ള ആളുകളാണ്. ഇവർ പേടിച്ചിട്ട് മുന്നോട്ട് വരാത്തതാണ്. ആ പേടിയാണ് ഇവരുടെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ശക്തി. അല്ല സദ്ദാം, ഈ വനിതാ ക്രിക്കറ്റിൽ വഴങ്ങിക്കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ ടീമിൽ ഇടം കൊടുക്കുന്നു എന്ന് പറയുന്നുള്ളൂ. ആ ഒരു പ്രവണത മാറ്റേണ്ടതല്ലേ അല്ലേ? മാത്രമല്ല, ഇപ്പോൾ 2 കുട്ടികൾ തുറന്നു പറഞ്ഞു, അവർ മൂകസാക്ഷികളാണ്. പ്രത്യക്ഷത്തിൽ അവർക്ക് അങ്ങനെയുള്ള ദുരനുഭവങ്ങളില്ല. പക്ഷേ എങ്കിലും അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രകൃതം, പെരുമാറ്റം ശരിയല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തുറന്നു പറയാൻ 2 പെൺകുട്ടികളിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അല്ലേ? കൂടുതൽ പെൺകുട്ടികൾ വരും എന്ന പ്രതീക്ഷയുണ്ടോ? 6 സർ, 60ഓളം കേസുകളിൽ പോയി അവസാനിക്കുന്നൊരു കാര്യമാണ്. 60ഓളം. കാരണം എൻ്റെ അടുത്ത് തന്നെ പല കുട്ടികൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ പേടി. അവർ പല ഉന്നതരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് സാക്ഷി. പല ഉന്നതർ, അതായത് KCയുടെ മുഖത്തിൻ്റെ, അതായത് KCയുടെ മുഖം ഞങ്ങളാണെന്ന് പറയുന്ന പല ഉന്നതരുടെ പേരും അവർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തുറന്നു പറയാനാണ് അവരുടെ ഭയം. ആ ഭയമാണ് അവർ നാളിതുവരെയുള്ള കാലത്തുകൾ അവരുണ്ടാക്കിയ സമ്പാദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭയപ്പെടുത്താനുള്ള പവറാണ്. ഇപ്പോൾ ഒരു അന്വേഷണം വരികയാണെങ്കിൽ, ഇപ്പം അഴിമതി കൂടി ഒരു വിഷയമാണ്, വിജിലൻസ് അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ മനുവിൻ്റെ കേസിൽ, ആ പോക്സോ കേസിൽ മനു മാത്രമല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, മറ്റ് പലരും ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പോലീസ് അന്വേഷണവും വരികയാണെങ്കിൽ ആ അന്വേഷണത്തെ പിന്തുണക്കാൻ പറ്റുന്ന എല്ലാ തെളിവുകളും കയ്യിലുണ്ട്. 100% എൻ്റെ കയ്യിലുണ്ട് സാർ. ഞാൻ എൻ്റെ വാമൊഴികൾ പറയുന്നതല്ല, റെക്കോർഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതിന് മുമ്പ് ഇതിനെതിരെ പോരാടിയവരുടെ കയ്യിലുണ്ട്, പല ആളുകളുടെയും കയ്യിലുണ്ട്. പക്ഷേ അവർക്കൊന്നും മുന്നോട്ട് വരാനുള്ളൊരു സാധ്യതയും കേരള ക്രിക്കറ്റ് ഒരു പരാതി ബോധിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും അധപ്പതിച്ച ഒരു അസോസിയേഷൻ വേറെ ഉണ്ടോ? ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാണിക്കാനുള്ള ഒരു പരാതി ബോധിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കാത്ത ഒരു അസോസിയേഷൻ ആർക്ക് പരാതി കൊടുക്കും? ഓംബുഡ്സ്മാന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓംബുഡ്സ്മാന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെക്രട്ടറി വഴി കൊടുക്കണം. സെക്രട്ടറിക്കെതിരെയുള്ള പരാതിയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം മോഹൻലാലിനെ അംബാസഡറാക്കി കൊട്ടിഘോഷിച്ച് KPL കൊണ്ടുവരികയാണ്. KPL സെപ്റ്റംബറിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടീമുകളൊന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു വിവാദം, ആ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരടവ് കൂടിയല്ലേ പെട്ടെന്നുള്ള ഈ KPL പ്രഖ്യാപനം? ഇത് നേരത്തെ തന്നെ KPL എന്നൊരു ആശയം നേരത്തെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എടുത്തു ചാടി KPL നടത്തുന്നതിന് പിന്നിൽ ഈ വിവാദം വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിട്ടല്ലേ കാണേണ്ടത്? 100% KPL എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. 100% ഞാൻ അംഗീകരിക്കുന്നു. മോഹൻലാലിനെ പോലുള്ള മഹാനടൻ, അല്ലെങ്കിൽ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നത് വളരെ സന്തോഷം. പക്ഷേ ഇത് നമ്മളൊരു കേസ് അന്വേഷണം പോലും പൂർത്തിയാവാത്തൊരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇത്രയും ഒരു ക്രിമിനൽ ഒഫൻസ് KCക്കെതിരെ പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഒരു മുഖം മാറ്റണം, പെട്ടെന്ന് ആ ടോപ്പിക്ക് മാറ്റാനുള്ളൊരു നേരെ കിടക്കുന്ന കാര്യമാണത്. പക്ഷേ ഇത് മൂലം നഷ്ടപ്പെടുന്നത്, ഈ മോഹൻലാലിനെ പോലത്തെ ഒരാളുടെ ഫേസ് കൊണ്ട് നഷ്ടപ്പെടുന്നത് നീതി കിട്ടാത്ത കുറച്ച് കുട്ടികളുടെ ജീവിതമായി പോകരുന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും വേദനിക്കുന്നവരെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്, അതാണ് അന്നത്തെ ലോകം. വേദനിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, അത് പുറത്ത് വന്നവരുണ്ട്, പുറത്ത് വരാത്ത ആളുകളുണ്ട്. ഒരു കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഒരു കുട്ടി ഇപ്പോഴും ഡിപ്രസ്ഡ് ആണ്. ആ കുട്ടീൻ്റെ ആ കാര്യങ്ങളൊന്നും ആലോചിച്ചു, ആ കുട്ടിയുടെ മാനസികാവസ്ഥ, അവരുടെ ഡ്രീംസ് എന്ത് ചെയ്യും? ആര് ആൻസർ ചെയ്യും? അവർ ക്രിക്കറ്റ് എന്നുള്ളൊരു ഗെയിമും ആ പാഷൻ കളിച്ച് ഇന്ത്യ കളിക്കണം, എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ നമ്മളിനി എന്ത് ചെയ്യും? അവളെങ്ങനെ തിരിച്ച് കളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രതികരിച്ച അവർ 8ഓളം ചെറുപ്പക്കാരുണ്ട്. അവരുടെ ഡ്രീം എന്തായിരിക്കും? ഇതിനൊന്നും ഒരു ആൻസറില്ല. നമ്മൾ ഇന്ത്യ കളിച്ചാൽ നമ്മളുടെ കൂടെ വരാൻ ഇവിടെ കേരളം മൊത്തം ഉണ്ടാവും. ഇന്ത്യ കളിപ്പിക്കാൻ എൻ്റെ അറിവിൽ ഇവിടെ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ. വളരെ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ സത്യം പുറത്തു വരും എന്ന് സത്യം പുറത്തു വരും. ED ഇതിൻ്റെ അന്വേഷണമായിട്ട് വരുന്നുണ്ട്, ഇൻ്റലിജൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ വരുന്നുണ്ട്. ഇത് വരണം, ഇത് വന്നാൽ മാത്രമാണ് വരുള്ളൂ, സത്യം പുറത്തു വരുള്ളൂ.
അത് മാത്രമല്ല ഇതൊരു അഡ്ഹോക് കമ്മിറ്റിക്ക് ഇത് കേസ് കൈമാറണം. ഒരിക്കലും ഇതിനകത്ത് അസോസിയേഷനിലെ ആളുകൾ ഒരിക്കലും ഇത് പുറത്തേക്ക് കൊണ്ടുവരില്ല, 100% ഉറപ്പാണ്. സാർ അതിനിടയിൽ ഒരു കാര്യം കൂടി, ഈ KCയുടെ ബൈലോ തിരുത്തിയായിട്ടും കേൾക്കുന്നുണ്ടല്ലോ, അതിലെന്താ വാസ്തവം? സാർ ആക്ച്വലി എല്ലാ സ്റ്റേറ്റ് അസോസിയേഷനിലും BCCI ഒരു ബൈലോ കൊടുക്കും. ഇതാണ് നിയമപ്രകാരമുള്ള കാര്യങ്ങൾ. KCA അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടേതായ ഇഷ്ടത്തിലേക്ക് കുറച്ച് ബൈലോസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി സുപ്രീം കോടതിക്ക് ഇവർ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവർ ചെയ്താക്കുന്ന ആക്ച്വലി രാജ്യദ്രോഹ കുറ്റമാണ്. ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഏറ്റവും പ്രമുഖമായ ഹൈക്കോടതി സുപ്രീം കോടതി ഇവരെ തെറ്റായി ധരിപ്പിച്ചിട്ടാണ് ഇവർ ഈ ബൈലോ ക്രിയേറ്റ് ചെയ്താക്കുന്നത്. ചോദ്യം ചെയ്തവർ പുറത്താണ് സാർ. ഇതിനെതിരെ കേസ് കൊടുത്താകുന്ന കേസ് 6 വർഷമായി ഇതിനെതിരെ കേസ് കൊടുത്തിട്ട് ഈ കേസ് പോലും ഇവർക്ക് പൊന്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം അതിനൊരു കാരണം കൂടിയുണ്ട്. ഒരു ഇന്ത്യ-ഇംഗ്ലണ്ട് മാച്ച് അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ വിദേശത്തുള്ള മാച്ചസിനൊക്കെ ഒരു ടിക്കറ്റ് കൊടുക്കും. അവിടെയുള്ള എല്ലാ ജുഡീഷ്യറിക്കും ടിക്കറ്റ്സ് കൊടുക്കും. എന്നിട്ട് അവരെ ചിലവിൽ വിടും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ ഇവർ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഇവരങ്ങോട്ട് അതായത് നമ്മളുടെ ഇവിടുത്തെ ക്രിക്കറ്റേഴ്സിനെ അനുഭവിക്കേണ്ട ടിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് കണ്ട് ഞാൻ എൻ്റെ ചോദ്യം എത്ര ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഇവിടെ ഇൻ്റർനാഷണൽ മാച്ച് കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഒരു ക്ലബിന് പോലും ഒരു ടിക്കറ്റ് പോലും മര്യാദയ്ക്ക് കൂടെ കൊടുക്കാറില്ല. പക്ഷേ ഇവർ കൊടുക്കുന്നതും വളരെ ഉന്നതരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഇതൊരു ഫ്രീ ഗിഫ്റ്റായിട്ട് ചെയ്തിട്ട് അവരുടെ റിലേഷൻഷിപ്പ് അടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു പാരമ്പര്യമായിട്ട് ഇപ്പോഴേയും കൊല്ലം പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ബൈലോൻ്റെ റൂൾ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു ബൈലോൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരുടെ സത്യാവസ്ഥ പുറത്തു വരാൻ പറ്റും. സത്യം പുറത്തു വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന താങ്കളെപ്പോലുള്ളവർക്ക് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഞങ്ങളുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു സർ.